കാണുന്നില്ല. മോനെ ദേവാ, ഓടിവാ മോനെ. ചേട്ടാ, ഇതൊന്ന് വന്ന് നോക്കി. നിങ്ങളുടെ അമ്മയ്ക്ക് തലക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പൊ നേരിട്ട് കണ്ടോ? എത്ര പെട്ടെന്ന് ഇവർ ആശുപത്രി കൊണ്ടുപോയാക്ക്. ശരിയാടി നീ പറഞ്ഞത്. ഇത് എന്ത് നീ ഒന്ന് സമാധാനിക്കേ. ഇത് എന്തൊരു കഷ്ടം. എത്രയും വേഗം ആശുപത്രി കൊണ്ടുപോവാ. ഇരുന്നോളൂ. മണിയമ്മ, നല്ല പേരാ. ടീച്ചർക്ക് എന്നെ മനസ്സിലായോ? മണിയമ്മ ടീച്ചർ പണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ടെസ്റ്റ് നടത്തിയ ഫയലുകളെല്ലാം ഞാൻ പരിശോധിച്ചു. ഷുഗർ മാത്രം അല്പം കൂടുതലുണ്ടെന്നല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കൂടുതൽ ടെസ്റ്റുകൾ നടത്തിയാൽ ജീവിതകാലം മുഴുവൻ ഇവിടെ കിടക്കേണ്ടി വരും. ടീച്ചർക്ക് ഇപ്പം എന്താ പ്രശ്നം? ടീച്ചർ, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, നമ്മൾ ആരെയും ഉപദ്രവിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാറിപ്പോകുന്നതാണ് നല്ലത്. വയസ്സായ മാതാപിതാക്കളെ ചില മക്കളൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞ് ഇവിടെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. ഇതിവിടുത്തെ സ്ഥിരം പരിപാടിയാണ്. ടീച്ചർക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, എല്ലാം ശരിയാവും. ടീച്ചർക്ക് പോയിക്കോളൂ. നിങ്ങളാരാ? ദേവന്റെ അമ്മയാ. നിങ്ങൾക്കാണോ സുഖമില്ലാന്ന് പറഞ്ഞ്? അതെ. ദേവനൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി. ഇപ്പൊ ഈ വീട് വാങ്ങിച്ചിരിക്കുന്നത് ഞാനാ.
കാറ്റായി നീ വരും നേരം നാദമായി ഒഴുകി രമ്യതന്ത്രികൾ മീട്ടി മേഘമായി ഞാൻ ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നിതാ കൺമണി പൊന്മണി ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? കല്യാണമൊക്കെ കഴിക്കണ്ടേ? വേണം. എന്ന്? എന്തായാലും നിന്റെ കല്യാണം കഴിച്ചിട്ട് എന്റെ കല്യാണം കഴിക്കൂ. എന്നെ തേച്ചിട്ട് പോവാനാണ് ഉദ്ദേശമെങ്കിലേ കൊല്ലും ഞാൻ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അതൊന്നുമല്ല പ്രശ്നം. നമ്മുടെ രണ്ടുപേരുടെയും ജാതിയാണ് പ്രശ്നം. എന്തു പ്രശ്നം? ഞാൻ താഴ്ന്ന ജാതിയാണ്, നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. നമ്മുടെ വീട്ടുകാർ സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അരുണേട്ടനെ മറക്കാൻ കഴിയില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. ഒരുപാട് ഇഷ്ടമാണ്. ആ സമയം ഒരുപാടായി, നമുക്ക് പോവാം. വാ എനിക്ക് നിന്നെ കല്യാണം കഴിക്കുമ്പോഴേക്കേ എൻ്റെ മൂക്കിൽ പല്ല് മുളക്കി. ഹായ് ഹായ് ഹായ്. ദേ നോക്കിയേ. എടാ നിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞുള്ളൂ. അതേടാ, ഇതാരാ? എടാ ഞാൻ ഗൗരിയെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ഇവളാ. ഞങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തളിയോ? സോറിടാ ഗൗരി, ഇതാണ് എൻ്റെ കൂട്ടുകാര് രാകേഷ്, ദിവ, നവീൻ. വാ പോവാ. ഓക്കേടാ, നമുക്ക് കാണാം. നമുക്കൊന്ന് കാണണം. സൂപ്പർ. ഇനി കരിക്ക് വേണോ? വേണ്ട വേണ്ട, ഒരെണ്ണം മതി. അല്ല ഇത് മോളാണോ? അതേ മോള. സുന്ദരി കുട്ടിയാണല്ലോ. പേരെന്താണ്? ഗൗരി. ഗൗരി. എവിടെയാണ് സ്ഥലം? കാവിൽപ്പാറ. ഇവിടെ അടുത്ത് തന്നെ. അച്ഛാ പോവാ. ഒന്ന് വെട്ടിത്തരുമോ? എന്റെ മോളുടെ കരിക്ക. ഇന്ന് എനിക്ക് മറ്റവളെ വേണം. എത്ര കാശ് വേണമെങ്കിലും തരാം. നീ ആരെ പറയണേ? അരുണ്ട പെണ്ണല്ലേ അവളെ. അതാണോ കാര്യം? അത് ഞാൻ ഏറ്റു. നീ റെഡി ആയിരിക്കില്ലയാ? നീ എങ്ങനെ അവളെ എത്തിക്കും? ഗൗരിയുടെ ഫോൺ നമ്പർ അരുണിന്റെ മൊബൈലിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടാ. ഇനിയാണ് എൻ്റെ കളി. നിങ്ങൾ കണ്ടോ? ഗൗരിയല്ലേ? ഞാൻ അരുണിന്റെ സുഹൃത്ത് രാകേഷ്. അരുണിന്റെ കാര്യം പറയാൻ വിളിച്ചത്. അരുണെ ആക്സിഡന്റ് പറ്റി. അപകടം ചുരക്കടല നടന്നത്. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ട്. നിങ്ങൾ വരുമോ? ഇടമുണ്ടോ? അവൾ അവനെ വിളിച്ച് ചോദിക്കൂലേ? ഇവൻ പറഞ്ഞത് ശരിയാ. അവനിപ്പോ വർക്കിന് കയറിയിട്ടുണ്ടാവും. ഒരു കാരണവശാലും അവൻ ഫോൺ എടുക്കാൻ സാധ്യതയില്ല. നിന്റെ ഐഡിയ ഏതായാലും കൊള്ളാം. നോക്കിക്കോ, അരമണിക്കൂറിനുള്ളിൽ അവിടെ ഇവിടെ എത്തും. അളിയൻ റെഡിയായിട്ടിരുന്നു. ആ ഞങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി വെച്ചേക്കോ അളിയാ?
ഏത് അരുൺ? ഓ അരുൺ, ഇതാണ് അരുൺ. അപ്പൊ നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നല്ലേ? ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. നിക്കടി അവിടെ. ഗൗരി മോളെ എടാ നവീനെ, SI സാർ, ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിനുള്ള വകുപ്പില്ല. കൊലപാതകം ചെയ്തവളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്? ഇവരെന്റെ പേഷ്യന്റ് ആണ്. അതിനെ വർഷങ്ങളായി ഇവർക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണ്. മിസ്റ്റർ SI സാർ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്തെന്ന് പറയും. ഇവരെ ജയിലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ മണിയമ്മയെ ഞങ്ങൾക്ക് വിട്ടുതരൂ. ഇവർക്ക് ചികിത്സയാണ് ഇപ്പൊ ആവശ്യം, അല്ലാതെ ജയിലല്ല. മണിയമ്മയെ ഞങ്ങൾ കൊണ്ടുപോകും.